കേട്ടാൽ പൂർണ്ണമായും കെട്ടുകഥ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം. പക്ഷേ അതല്ല. ഈ കഥ ഒരിക്കലും മിത്ത് എന്നും ഫോക്ലോർ എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 12ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിശ്വസനീയനായ ചരിത്രകാരൻ വില്യം ഓഫ് ന്യൂബർഗ് തന്റെ ചരിത്രഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ സംഭവമാണ് ഇത്. ഇന്നും ഇത് കെട്ടുകഥയല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. അതെ, ഇത് ഒരു കെട്ടുകഥയല്ല. ഇംഗ്ലണ്ടിലെ സഫോക്ക് കൗണ്ടിയിലെ ഒരു ചെറിയ ഗ്രാമമാണ് വൂൾപിറ്റ്. 12ാം നൂറ്റാണ്ടിൽ ആ ഗ്രാമത്തിലെ ആളുകൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ച കണ്ടു. 2 കുട്ടികൾ. പക്ഷേ സാധാരണ കുട്ടികൾ അല്ല. കുട്ടികളെ കണ്ടതിൽ എന്താണ് അത്ഭുതം എന്ന് ആർക്കും തോന്നാം. പക്ഷേ ഇവരെ കണ്ട നിമിഷം തന്നെയാണ് ഗ്രാമവാസികൾ ഞെട്ടിയത്. കാരണം ആ കുട്ടികളുടെ ചർമ്മം പച്ചനിറമായിരുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഗ്രാമവാസികൾ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു. ആദ്യ നോട്ടത്തിൽ ഭയം ഉണ്ടായെങ്കിലും കൗതുകം ജയിച്ചു. നാട്ടുകാർ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. അവർ സംസാരിക്കുന്നതാണെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ. ഗ്രാമത്തിലെ ഒരാൾക്കും അതൊരു ഭാഷയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഭക്ഷണം കൊടുത്തപ്പോൾ അവർ ഒന്നും കഴിച്ചില്ല. പക്ഷേ പച്ചപ്പേർ വെച്ചപ്പോൾ മാത്രം ഇരുവരും അതിനെ ആവേശത്തോടെ കഴിച്ചു. അവരെ സർ റിച്ചാർഡ് ഡി കേലിന്റെ വീട്ടിൽ നോക്കി വളർത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ 2 കുട്ടികളുടെ ചർമ്മത്തിലെ പച്ചനിറം പതിയെ കുറഞ്ഞു. സാധാരണ മനുഷ്യരെപ്പോലെ ആയി. പക്ഷേ വളരെ അധികം കഴിയുന്നതിന് മുമ്പ് ആൺകുട്ടി അപ്രതീക്ഷിതമായി മരണമടഞ്ഞു. മരണകാരണം കണ്ടെത്താനായില്ല. പെൺകുട്ടി ഗ്രാമത്തിലുള്ളവരിൽ ഒരാളായി വളർന്നു. അവളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടപ്പോൾ നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? പെൺകുട്ടി പറയുന്നത് ഗ്രാമത്തെ നടക്കുന്നതായിരുന്നു. എന്റെ ഓർമ്മയിലൊന്നുമില്ല പകൽ വെളിച്ചം. ഞങ്ങൾ ജീവിച്ചത് എപ്പോഴും ഇരുട്ടിൽ. ഒരു സന്ധ്യാകാലം പോലെയുള്ള ലോകം. ആ സ്ഥലത്തിന്റെ പേർ സെയിന്റ് മാർട്ടിൻസ് ലാൻഡ്. അവിടെ എല്ലാവർക്കും പച്ചനിറം തന്നെയാണെന്നും പകൽ വെളിച്ചം എന്നതുപോലുള്ള ഒന്നില്ലെന്നും അവൾ പറഞ്ഞു. പെൺകുട്ടിയുടെ കഥ പ്രകാരം ഒരു ദിവസം അവർ കന്നുകാലികളെ മേയിച്ചു നടക്കുമ്പോൾ വലിയ ശബ്ദം കേട്ടു. ഭയന്ന് അവർ മുന്നിൽ കണ്ട ഒരു ഗുഹയിലേക്ക് ഓടിക്കേറി. ഗുഹയിലെ അറ്റത്ത് ഒരു വിചിത്രമായ വെളിച്ചം. അവർ അത് പിന്തുടർന്ന് മുന്നോട്ട് നടന്നപ്പോൾ അപ്രതീക്ഷിതമായി ഗുഹയുടെ മറുവശത്ത് വൂൾപിറ്റ് ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടുവത്രേ. സംഭവം പുറത്തറിഞ്ഞപ്പോൾ പണ്ഡിതരും ചികിത്സകരും വൂൾപിറ്റിൽ എത്തി. കുട്ടികളുടെ പച്ചനിറം എന്തെങ്കിലും രോഗം കൊണ്ടാണോ എന്ന് പരിശോധിച്ചു. അതിന്റെ രേഖകളും ചരിത്രകാരന്മാർ സൂക്ഷിച്ചു. ആധുനിക ശാസ്ത്രം അത് ഗ്രീൻ സിക്നെസ് ഓർ ക്ലോറോസിസ് എന്ന രോഗമാണെന്ന് വിശദീകരിച്ചെങ്കിലും അവർ ധരിച്ചിരുന്ന വസ്ത്രം, അവർ സംസാരിച്ച ഭാഷ, അവർ കഴിച്ചിരുന്ന ഭക്ഷണരീതി, ഇവയ്ക്ക് ഒന്നിനും ശാസ്ത്രീയ ഉത്തരമില്ല. ഇന്നും പാരലൽ വേൾഡ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വൂൾപിറ്റിലെ ഗ്രീൻ ചിൽഡ്രൻ എന്ന സംഭവത്തെ അനിവാര്യമായി ഉദ്ധരിക്കേണ്ടി വരുന്നു. ചിലർ വിശ്വസിക്കുന്നത് അവർ മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നവരാണ്. അവർ കണ്ട വെളിച്ചം ഒരു രീതിയിലെ പോർട്ടൽ ആയിരുന്നുവെന്നും. പെൺകുട്ടി പിന്നീട് പഠിച്ചു, വളർന്നു, ഒരു യുവാവിനെ വിവാഹം ചെയ്തു. അവർക്ക് ഒരു കുട്ടിയും ഉണ്ടായി. അവൾ ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം വൂൾപിറ്റിൽ ഒരു സാധാരണ സ്ത്രീയായി തന്നെയാണ് ജീവിച്ചത്. അവളുടെ വിവാഹവും ജീവിതവും ഇന്നും ചരിത്രരേഖകളിൽ വ്യക്തമായി സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവർ ശരിക്കും അന്യഗ്രഹ ജീവികൾ ആയിരുന്നോ, അതോ ഒരു പാരലൽ വേൾഡിൽ നിന്നും വന്നവരോ? കമന്റ് ചെയ്യൂ.